Good morning. Today we can discuss one problem in tangent cam, and the question is, in a symmetrical tangent cam operating a roller follower, the least radius of the cam is 30 mm and the roller radius is 17.5 mm. The angle of ascent is 75 degree and the total lift is 17.5 mm. The speed of the cam shaft is 600 rpm. Calculate the principal dimensions of the cam, the acceleration of the follower at the beginning of the lift where the straight flank merges into circular nose and at the apex of the circular nose. Assume that there is no dwell between ascent and descent. And this is the figure. ഇതാണ് ടാൻജൻ്റ് ക്യാമിൻ്റെ ഫിഗർ. ടാൻജൻ്റ് ക്യാം എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ടാൻജൻ്റ് ക്യാം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു റോളർ, ഇവിടെ ഒരു ബേസ് സർക്കിൾ ഉണ്ട്, ഇവിടെ ഒരു നോ സർക്കിളും. ഈ ബേസ് സർക്കിളിനും നോ സർക്കിളിനും ടാൻജൻ്റ് ആയിട്ട് ഫ്ലാങ്ക് വരണം. ആ ഫ്ലാങ്ക് ഈ രണ്ട് സർക്കിൾസിനും ടാൻജൻ്റ് ആണെങ്കിൽ അങ്ങനെയുള്ള ഒരു ക്യാം, ഈ ഒരു ഷേപ്പിലുള്ള ക്യാമാണ് ആക്ച്വലി ടാൻജൻ്റ് ക്യാം. ദി സ്ട്രെയിറ്റ് ഫ്ലാങ്ക്സ് ഓഫ് ദി ടാൻജൻ്റ് ക്യാംസ് ആർ ടാൻജൻ്റ് ടു ബോത്ത് ബേസ് സർക്കിൾ ആൻഡ് നോസ് സർക്കിൾ. അപ്പോൾ ഇതാണ് ഒരു ടാൻജൻ്റ് ക്യാമിൻ്റെ കൺസെപ്റ്റ്. ഇവിടെ ലീസ്റ്റ് റേഡിയസ് ഓഫ് ദി ക്യാം ഗിവൺ ആസ് 30 mm. ലീസ്റ്റ് റേഡിയസ് ഓഫ് ദി ക്യാം 30 mm. ആംഗിൾ ഓഫ് അസെൻറ്റ് 75 ഡിഗ്രി. ആംഗിൾ ഓഫ് അസെൻറ്റ് മീൻസ് ഈ ഒരു നമുക്കറിയാം, ഈ ഒരു പോർഷൻ മുതൽ ഈ ഒരു പോർഷൻ വരെ ത്രൂ ഔട്ട് ഈ റോളർ മൂവ് ചെയ്യുമ്പോൾ അതിനൊരു ലിഫ്റ്റ് ഉണ്ടാവില്ല. കാരണം ഈ ഒരു സെൻറ്റർ പോയിൻ്റ്, അല്ലെങ്കിൽ ഈ ഒരു O എന്ന് പറയുന്ന പോയിൻ്റിൽ നിന്ന് ആ ഒരു റോളറിലേക്കുള്ള ഡിസ്റ്റൻസ്, റോളർ ഇതിന് മുകളിലൂടെയാണ് മൂവ് ചെയ്യുമ്പോൾ റോളറിന് ഒരു ലിഫ്റ്റും ഉണ്ടാവില്ല. ഒരേ റേഡിയസിലാണ് ഇതിങ്ങനെ മൂവ് ചെയ്ത് പോകുന്നത്. ബട്ട് E എന്ന് പറയുന്ന പോയിന്റ് E to G ആണ് ആക്ച്വലി ആ സ്ട്രെയിറ്റ് ഫ്ലാങ്ക് വരുന്ന പോർഷൻ, E to G. അപ്പോൾ ഈ വിട്ട് കഴിഞ്ഞാൽ, ഈ പോയിന്റ്, ഈ കോണ്ടാക്ട് E എന്ന് വിട്ട് കഴിഞ്ഞാൽ, ദാറ്റ് മീൻസ് അതിൻ്റെ റോളർ ഫോളോവറിൻ്റെ സെൻറ്റർ പോയിന്റ് ബിയിൽ നിന്ന് വിട്ട് കഴിഞ്ഞാൽ ഡി വരെ നമ്മൾ സ്ട്രെയിറ്റ് ഫ്ലാങ്കിൽ മൂവ് ചെയ്യുകയാണ്. ആ സമയത്ത് നമുക്ക് നോക്കിയാൽ മനസ്സിലാവും ഇതിന് ഈ ഒരു റേഡിയസ് ഇൻക്രീസ് ചെയ്ത് പോകും. അതേസമയം ഇവിടുന്ന് തൊട്ട് ഇവിടം വരെ ഈ OB എന്ന് പറയുന്ന ഡിസ്റ്റൻസ് സെയിം ആണ്. OB ത്രൂ ഔട്ട് ഇങ്ങോളം സെയിം ആണ്. ഈ ഒരു പാർട്ടിൽ ഈ ഒരു പിന്നെ ബേസ് സർക്കിളിൻ്റെ പോർഷനിൽ മൂവ് ചെയ്യുമ്പോൾ, അപ്പോൾ ആ ബേസ് സർക്കിൾ വിട്ടു പോകുമ്പോൾ, ബേസ് സർക്കിൾ ഈ ഒരു പോയിന്റിൽ നിന്ന് വിട്ടിട്ട് പോകുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് ആ റേഡിയസ് ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങി. ഇൻക്രീസ് ചെയ്ത് മാക്സിമം ലിഫ്റ്റ് ഇവിടെ കിട്ടും. OJ എന്ന് പറയുന്ന ഇതാണ് മാക്സിമം ഡിസ്റ്റൻസ് ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ മാക്സിമം ലിഫ്റ്റ് മീൻസ് ഈ OJ ഓർ OH എന്ന് പറയുന്ന ഈ ഡിസ്റ്റൻസ് OH മൈനസ് OE ആയിരിക്കും മാക്സിമം ലിഫ്റ്റ് എന്ന് പറഞ്ഞാൽ. ഇവിടെ നിന്നാണ് ലിഫ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്, E എന്ന് പറയുന്ന പോയിന്റ്. പിന്നീട് വരുന്ന ലിഫ്റ്റ് ചെയ്ത് മാക്സിമം ലിഫ്റ്റ് ഇവിടെ കിട്ടും. അപ്പോൾ OH മൈനസ് OE ആണ് ആക്ച്വലി മാക്സിമം ലിഫ്റ്റ്. മാക്സിമം ലിഫ്റ്റ് ഇവിടെ എത്രയാൻ തന്നിട്ടുണ്ട്. മാക്സിമം ലിഫ്റ്റ് ഓഫ് ദി ക്യാം, ടോട്ടൽ ലിഫ്റ്റ് ഓഫ് ദി ക്യാം ഈസ് ഈക്വൽ ടു 17.5 mm. ഇത് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഇനി കാൽക്കുലേഷൻ പാർട്ടിലേക്ക് പോകുമ്പോൾ ഫസ്റ്റ് പ്രിൻസിപ്പൽ ഡയമെൻഷൻസ് ഓഫ് ദി ക്യാം ആണ്. അതിൽ ഗിവൺ R1 ഈസ് ഈക്വൽ ടു 30 mm. R1 മീൻസ് ലീസ്റ്റ് റേഡിയസ് ഓഫ് ദി ക്യാം 30 mm. ബേസ് സർക്കിൾ റേഡിയസ് ഈസ് ഈക്വൽ ടു 30 mm. R2 മീൻസ് റോളറിൻ്റെ റേഡിയസ് ആണ് 17.5 mm. ആൻഡ് ആൽഫ ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. ഈ ആൽഫയാണ് ആംഗിൾ ഓഫ് അസെൻറ്റ് എന്ന് പറയുന്ന പാർട്ട്. ഈ ആൽഫ എന്ന് പറയുന്നത് ഈ ഒരു സ്റ്റാർട്ടിങ് ആംഗിൾ എന്ന് പറഞ്ഞാൽ ടാൻജൻറ്റ്, ഈ ഒരു ബേസ് സർക്കിളിൽ നിന്ന് റോളർ വിട്ടിട്ട് ഈ സ്ട്രെയിറ്റ് ഫ്ലാങ്കിലേക്ക് എൻ്റർ ചെയ്യുന്ന പോർഷൻ മുതൽ, ആ ഒരു ലൈന് മുതൽ മാക്സിമം ലിഫ്റ്റ് വരെ കിട്ടുന്നത്, മാക്സിമം അസെൻറ്റ്, ആ ഒരു ലിഫ്റ്റ് ചെയ്ത് ദാറ്റ് മീൻസ് ഈ ഒരു B എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് ഈ ഒരു റോളർ മൂവ് ചെയ്ത് ഇവിടെ എത്തുമ്പോഴാണ് മാക്സിമം ലിഫ്റ്റ് കിട്ടുന്നത്. ദാറ്റ് മീൻസ് ഈ കംപ്ലീറ്റ് ആംഗിളാണ് ആക്ച്വലി 75 ഡിഗ്രി. ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും 5 + θ1 എന്ന് പറയുന്ന ആ ആംഗിൾ, ആ ടോട്ടൽ ആംഗിളാണ് ആക്ച്വലി 75 ഡിഗ്രി. നെക്സ്റ്റ് ടോട്ടൽ ലിഫ്റ്റ് ഈസ് ഈക്വൽ ടു 17.5 mm. അത് ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു എന്താണ് ടോട്ടൽ ലിഫ്റ്റ് മീൻസ് OH മൈനസ് OE ആണ്. OH minus OE is known as total lift.
നെക്സ്റ്റ് n is equal to 600 rpm and omega is equal to 2 pi n by 60. അത് ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, 62.84 റേഡിയൻ പെർ സെക്കൻഡ്. നെക്സ്റ്റ് പ്രിൻസിപ്പൽ ഡയമെൻഷൻസ് ഓഫ് ദി ക്യാം കാൽക്കുലേഷൻ ആണ്. ലെറ്റ് ആർ ഈസ് ഈക്വൽ ടു ഓക്കെ. ആർ എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു സെൻറ്റേഴ്സ് ഓഫ് ദി ടു സെൻറ്റേഴ്സ് മീൻസ് distance between center of the base circle and center of the nose circle. Okay, distance between cam center and nose center. Next R3 is equal to nose radius. R3 എന്ന് പറയുന്ന ഈ radius of the nose circle. Phi is equal to angle of contact of the cam with the straight flanks. അപ്പോൾ ഇവിടെ phi എന്ന് കാണിക്കുന്നത് ശ്രദ്ധിക്കുക, ഈ സ്ട്രെയിറ്റ് ഫ്ലാങ്ക് എന്ന് പറയുന്നത് ഈ റോളർ മൂവ് ചെയ്യുന്ന ഫ്രം ഇ ടു ജി ആണ്. ആ ഇ ടു ജി വരെ എത്തുമ്പോൾ പോയിന്റ് ഇയിലാണെങ്കിൽ നമ്മൾ ആ ഇയും ഓവും കണക്ട് ചെയ്യുന്ന ആ സ്ട്രെയിറ്റ് ലൈന് പോയിന്റ് ജിയിലെത്തുമ്പോൾ, പോയിന്റ് ജിയിൽ ഈ റോളർ ഫോളോവർ എത്തുമ്പോൾ എന്ന് പറഞ്ഞാൽ ആ സ്ട്രെയിറ്റ് ഫ്ലാങ്ക് ജസ്റ്റ് തീരുന്ന കേസ്, ആ കേസിലെത്തുമ്പോൾ അതിൻ്റെ സെൻറ്റർ അറ്റ് ഡി ആണ്. ആ ഡിയും ഓവും കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആ ഒരു ആംഗിൾ, ഇവിടെ കിട്ടുന്ന ഈ ആംഗിളാണ് ആക്ച്വലി ഫൈ, ആംഗിൾ ഓഫ് കോണ്ടാക്ട് ഓഫ് കാം വിത്ത് സ്ട്രെയിറ്റ് ഫ്ലാങ്സ്. അതിനുശേഷം ഈ ഫൈക്ക് ശേഷം പിന്നീട് ഈ നോസ് സർക്കിളിലൂടെയാണ് മൂവ് ചെയ്യുന്നത്. നോസ് സർക്കിളിലൂടെയാണ് ഈ റോളർ മൂവ് ചെയ്യുന്നത്. അതുവരെയാണ് നമ്മൾ ഈ സ്ട്രെയിറ്റ് ഫ്ലാങ്കിൽ മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഈ റോളറിലൂടെ മൂവ് ചെയ്യുമ്പോൾ നോസ് സർക്കിളിലൂടെ മൂവ് ചെയ്യുമ്പോൾ അതിൻ്റെ ഹാഫ് ആംഗിളാണ് ആക്ച്വലി θ1. ആ ഒരു ഹാഫ് ആംഗിൾ ഈ സൈഡിലും വരും. ഇപ്പോൾ 2 times θ1 ആണ് ആക്ച്വലി ഈ ഒരു റോളർ ഫോളോവർ നോസ് സർക്കിളിൻ്റെ പോർഷനിലൂടെ മൂവ് ചെയ്യുമ്പോൾ കിട്ടുന്ന ടോട്ടൽ ആംഗിൾ, മേക്ക് ചെയ്യുന്ന ടോട്ടൽ ആംഗിൾ 2 times θ1. ഇത് ഹാഫാണ് θ1 ആയിട്ട് എടുക്കുന്നത്. നെക്സ്റ്റ്, ഫ്രം ദി ജോമെട്രി ഓഫ് ദി ഫിഗർ R + R3 ഈസ് ഈക്വൽ ടു R1 + ലിഫ്റ്റ്. അത് ഞാൻ നേരത്തെ പറഞ്ഞു, ടോട്ടൽ ലിഫ്റ്റ് ഈസ് ഈക്വൽ ടു R + R3. R എന്ന് പറയുന്നത് ഇതാണ് ഓക്കെ, പ്ലസ് R3 എന്ന് പറയുന്നത് ഇതാണ് ഈ ഒരു പോർഷൻ. അപ്പോൾ R + R3 മീൻസ് ആക്ച്വലി OH ആണ്. R + R3 മീൻസ് OH. That OH minus this OE. OH minus OE is known as total lift. ഈ OE എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ആണ് ആക്ച്വലി R1. അപ്പോൾ R + R3 എന്ന് പറയുന്നത് OH മൈനസ് R1 മീൻസ് റേഡിയസ് ഓഫ് ദി ബേസ് സർക്കിൾ ഈസ് ഈക്വൽ ടു ടോട്ടൽ ലിഫ്റ്റ്. അതാണ് ഈ ഇക്വേഷൻ. അതിൽ കൺഫ്യൂഷൻ ഒന്നും വേണ്ട. That means R + R3 is equal to R1 means 30 mm, 30 plus total lift is given as 17.5 mm. That means R + R3 is equal to 47.5 mm. Or R is equal to R means distance between these centers. R is equal to 47.5 minus R3, where R3 is the no circle radius. That's equation number 1. Next, OE is equal to OP plus PE. Okay, go OE, distance OE is equal to OP plus PE. Then this PE is equal to kg. PE is equal to kg. That means ഈ ഒരു സ്ട്രെയിറ്റ് ഫ്ലാങ്കിന് പാരലായിട്ട് കെ എന്ന് പറയുന്ന പോയിന്റ് എന്ന് വരയ്ക്കുന്ന ലൈനാണ് ആക്ച്വലി KP അല്ലെങ്കിൽ PK എന്ന് പറയുന്ന ഡിസ്റ്റൻസ്. PK എന്ന് പറയുന്ന ഈ സ്ട്രെയിറ്റ് ലൈന് PK must be parallel to EG. Then EP is equal to GK. That GK is equal to R3. Then OE is equal to OP plus PE, or OE is equal to R1. R1 is equal to OP plus PE. PE is equal to GK is equal to R3. That means R1 is equal to OP plus R3. Then OP is equal to OP, this small distance OP is equal to R1 minus R3, or R1 is equal to 30. That means 30 minus R3. OP is equal to 30 minus R3, equation number 2. From right angled triangle OKP. That means ഈ ഒരു സ്ട്രെയിറ്റ് ലൈനിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഈ ലൈന് പ്ലോട്ട് ചെയ്യുന്നത്. പെർപെൻഡിക്കുലർ ആയിട്ട് ലൈന് പ്ലോട്ട് ചെയ്യുക, അല്ലെങ്കിൽ കെ എന്ന് ഈ സ്ട്രെയിറ്റ് ലൈൻ ഞാൻ ഓൾറെഡി പറഞ്ഞു, ഇത് റേഡിയസ് ആണ്. റേഡിയസിന് ടാൻജൻ്റ് ആണ് ഈ ഫ്ലാങ്ക്. അതുകൊണ്ടാണ് ടാൻജൻ്റ് ക്യാം എന്ന് നെയിം വരുന്നത്.
That means OE must be perpendicular to EG. That means PK parallel to EG means PK must be perpendicular to OE. Must be perpendicular to OE. Then from right angle triangle OKP, OP is equal to, this OP is equal to OK cos alpha. This alpha is equal to 75 degree, angle of ascent. Then OP is equal to OK into cos alpha. Then OP is equal to 30 minus R3. അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. OK is equal to already ഇവിടെ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ട്. OK is equal to this small letter R, that is equal to 47.5 minus R3. അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. Cos alpha is equal to 75 degree. That is equal to 47.5 minus R3 into cos 75 means this value. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് രണ്ട് സൈഡിലും R3 മാത്രമായിട്ട് ഒരു ഇക്വേഷൻ കിട്ടും. Then we can easily find out R3. No circle radius. R3 is equal to 23.88 mm. 23.88 mm. Next, R is equal to, small letter R is equal to 47.5 minus R3. 47.5 minus R3. R3 is equal to 23.88. അത് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 23.62 കിട്ടും. ഇനി ലാസ്റ്റ് ഒരു ഈ 5 കൂടി ഫൈൻഡ് ഔട്ട് ചെയ്യണം. അതും കൂടി ആയിക്കഴിഞ്ഞാൽ പ്രിൻസിപ്പൽ ഡയമെൻഷൻസ് ആയി. അതുകൂടി ആയിക്കഴിഞ്ഞാൽ പ്രിൻസിപ്പൽ ഡയമെൻഷൻസ് ആയി. Then tan phi is equal to dB. Tan phi is equal to dB divided by OB. Opposite side by adjacent side. ഇത് ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. Then opposite side by adjacent side. dB by OB. Also that is equal to KP by OB. dB is equal to KP by OB. KP is equal to, again KP is equal to R sin alpha. ഇവിടെ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ നമുക്ക് അസ്യൂം ചെയ്യാം. OPK എന്ന് പറഞ്ഞ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ അസ്യൂം ചെയ്യാം. അതിൻ്റെ ഹൈപ്പോട്ടനസ് ആണ് R. ഈ ആംഗിൾ ആൽഫയാണ്. ദാറ്റ് മീൻസ് KP is equal to R sin alpha. OK sin alpha divided by OB is equal to R1 plus R2. R1 base circle radius, R2 is equal to this radius of the roller follower. R1 plus R2. ആ വാല്യൂസ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓൾറെഡി R ഒക്കെ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ട്, OK ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ട്. ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ വി കൻ ഈസിലി ഫൈൻഡ് ഔട്ട് phi as 25.6 degree. 25.6 degree. ഇത്രയും കാൽക്കുലേഷൻസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് കംപ്ലീറ്റ് ആയി. നെക്സ്റ്റ്, ആക്സിലറേഷൻ ഓഫ് ദി ഫോളോവർ അറ്റ് ദി ബിഗിനിങ് ഓഫ് ദി ലിഫ്റ്റ്. That means acceleration of the follower when this follower roller center is at B. ഇവിടെ നിന്നാണ് ലിഫ്റ്റ് ബിഗിൻ ചെയ്യുന്നത്, അറ്റ് ബി. അപ്പോൾ ഈ അറ്റ് ബി ആ റോളർ ഫോളോവർ വരുമ്പോൾ നമ്മൾ മിനിമം ആക്സിലറേഷൻ അറ്റ് ബിയിൽ മിനിമം ആക്സിലറേഷൻ ആണ്. അവിടെയാണ് മിനിമം ആക്സിലറേഷൻ കിട്ടുക. ആ ആക്സിലറേഷൻ്റെ ഇക്വേഷൻ ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് ആ സ്ട്രെയിറ്റ് ഫ്ലാങ്കിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോഴുള്ള ഇക്വേഷനാണ്. ദാറ്റ്സ് ഈക്വൽ ടു ഒമേഗ സ്ക്വയർ ഇൻറ്റു R1 പ്ലസ് R2. അത് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ വാല്യൂസും അറിയാം. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യാം. അപ്പോൾ ഈ സ്ട്രെയിറ്റ് ഫ്ലാങ്കിൽ യൂസ് ചെയ്യുന്ന ഒരു ആക്സിലറേഷൻ്റെ ഒരു ഇക്വേഷൻ ഉണ്ട്. അതേസമയം നോ സർക്കിളിലേക്ക് എൻട്രി ചെയ്യുമ്പോൾ ഉള്ള എന്ന് പറഞ്ഞാൽ എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ ആ നോ സർക്കിളിൽ യൂസ് ചെയ്യുന്ന ജനറൽ ഇക്വേഷൻ ഫോർ ആക്സിലറേഷൻ അത് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അത് രണ്ടും നമ്മൾ ബൈ ഹാർട്ടായിരിക്കണം. അപ്പോൾ ആക്സിലറേഷൻ ഓഫ് ദി ഫോളോവർ വേർ ദി സ്ട്രെയിറ്റ് ഫ്ലാങ്ക് മെർജസ് ഇൻ ടു സർക്കുലർ നോസിലേക്ക് മെർജ് ചെയ്യുന്ന പോയിന്റ്. ദാറ്റ് മീൻസ് ആക്സിലറേഷൻ ഓഫ് ദി ഫോളോവർ വെൻ ദി ഫോളോവർ സെൻറ്റർ ഈ സെറ്റ് പോയിന്റ് ഡി എന്ന് പറഞ്ഞാൽ ഇവിടെ തൊട്ട് ഇവിടം വരെ നമ്മൾ ആക്സിലറേഷൻ ഇൻക്രീസ് ചെയ്ത് ഇവിടെ എത്തും. ഈ ഒരു പോയിന്റിൽ പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്നത് പിന്നീട് അങ്ങോട്ട് നോ സർക്കിളിലൂടെയുള്ള മൂവ്മെൻറ്റിൻ്റെ ഇക്വേഷനാണ് യൂസ് ചെയ്യേണ്ടത്. ഈ പോയിന്റ് വരെ നമുക്ക് സ്ട്രെയിറ്റ് ഫ്ലാങ്കിലൂടെയുള്ള ആ ഇക്വേഷൻ യൂസ് ചെയ്യാം. ആ ജനറൽ ഇക്വേഷൻ നമുക്കിവിടെ അറിയാം. ആ ജനറൽ ഇക്വേഷനിൽ ഇതാണ് ജനറൽ ഇക്വേഷൻ. ആ ജനറൽ ഇക്വേഷനിൽ നമ്മൾ ഇതാണ് ഈ ഒരു പാർട്ടാണ് ജനറൽ ഇക്വേഷൻ.
ജനറൽ ഇക്വേഷൻ. ആ ജനറൽ ഇക്വേഷനിൽ ഈ ഫൈക്ക് പകരം ഫൈയുടെ ആക്ച്വൽ മാക്സിമം വാല്യൂ ഓഫ് ഫൈ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇനി ഇതേ ഇക്വേഷൻ തന്നെ യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ മിനിമം ആക്സലറേഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യുക. മിനിമം ആക്സലറേഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യുക മീൻസ് ദിസ് ഫൈ ഈസ് ഈക്വൽ ടു 0 ആണ്. ഈ ഫൈ 0 ആകുമ്പോഴാണ് റോളർ സെൻറ്റർ ഈസ് അറ്റ് ബി എന്ന് പറഞ്ഞാൽ ആ സ്ട്രെയിറ്റ് ഫ്ലാങ്കിലേക്ക് ജസ്റ്റ് എൻ്റർ ചെയ്യുന്ന പോർഷൻ. ആ ഒരു പോർഷനിൽ നമുക്ക് ഫൈ ഈസ് ഈക്വൽ ടു 0 കൊടുക്കാം. അപ്പോൾ ഈ ഒരു ജനറൽ ഇക്വേഷൻ തന്നെയാണ് രണ്ടെണ്ണത്തിലും യൂസ് ചെയ്യുന്നത്. ഈ ഒരു ജനറൽ ഇക്വേഷൻ നമ്മൾ ബൈ ഹാർട്ട് ആക്കിയിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. പ്രീവിയസ് സ്ലൈഡിൽ തിയറി പോർഷൻ ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ഈ ഒരു ഇക്വേഷനിൽ ഫൈ ഈസ് ഈക്വൽ ടു 0 കൊടുത്തു കഴിഞ്ഞാൽ മിനിമം ആക്സലറേഷൻ കിട്ടും. ദാറ്റ് മീൻസ് വെൻ ദി റോളർ ഫോൾ ഓവർ അല്ലെ റോളർ സെൻറ്റർ ഈസ് അറ്റ് പോയിൻറ്റ് ബി. ഇനി റോളർ സെൻറ്റർ ഈസ് അറ്റ് പോയിൻറ്റ് ഡി ആണ് മാക്സിമം ആക്സലറേഷൻ, ഈ സ്ട്രെയിറ്റ് ഫ്ലാങ്കിൽ മാക്സിമം ആക്സലറേഷൻ കിട്ടുന്നത് ജസ്റ്റ് ഈ നോസിലേക്ക് എൻട്രി ചെയ്യുന്ന പോയിന്റിൽ. ആ പോയിന്റിൽ പിന്നെ ദാറ്റ് ഫൈ ഈസ് ഈക്വൽ ടു മാക്സിമം വാല്യൂ, ഫൈയുടെ മാക്സിമം വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം ആക്സലറേഷൻ കിട്ടും. 303.8 മീറ്റർ പെർ സെക്കൻഡ് കിട്ടും. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതി. ഈ ഇക്വേഷൻ നമുക്ക് ഓൾറെഡി നമ്മൾ പഠിച്ചതാണ്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് കേസിലും നമുക്ക് സെയിം ഇക്വേഷൻ തന്നെ യൂസ് ചെയ്യുക, ജനറൽ ഇക്വേഷൻ തന്നെ യൂസ് ചെയ്യുക. ആ ജനറൽ ഇക്വേഷൻ നമ്മൾ നല്ല രീതിയിൽ തറവായിട്ട് പഠിച്ചിരിക്കണം. ഓക്കെ, നെക്സ്റ്റ് ആക്സിലറേഷൻ ഓഫ് ദി ഫോൾ ഓവർ അറ്റ് ദി എപ്പെക്സ് ഓഫ് ദി സർക്കുലർ നോസ്. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ആക്സിലറേഷൻ ഈ ഇക്വേഷൻ നമ്മൾ ഓൾറെഡി ഡിറൈവ് ചെയ്തതാണ്. ആ ഇക്വേഷൻ നമ്മൾ ബൈ ഹാർട്ട് ആയിരിക്കണം. അത് മാത്രമല്ല ഒരു വലിയൊരു ഇക്വേഷനാണ്, കുറേ പാർട്ടൊക്കെ ഉണ്ട്. ഈ ഒരു പാർട്ടൊക്കെ തന്നെ എല്ലാ പോയിൻറ്റുകളും പോയിൻ്റായിട്ട് വെച്ചിട്ട് ഓരോ പാർട്ടായിട്ട് വെച്ചിട്ട് ഓരോന്നും എന്തൊക്കെയാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞിരിക്കണം. θ1 എന്ത്, ω², L, ഈ ഓരോ പാർട്ടും അറിഞ്ഞിരിക്കണം. ഇവിടെ θ1ൻ്റെ കേസിൽ നമുക്കറിയാം ഈ എപ്പെക്സിൽ അറ്റ് ദി എപ്പെക്സ് ഈ ഒരു പോയിന്റ് മാക്സിമം ലിഫ്റ്റ് കിട്ടുന്ന പോയിന്റിൽ ഈ θ1 എന്ന് പറയുന്ന പോർഷൻ 0 ആയി പോകും. ഇത് കുറഞ്ഞ് ഇവിടെ എത്തുമ്പം 0 ആയി പോകും. അപ്പോൾ θ1 ഈ ഒരു ഇക്വേഷനിൽ θ1 0 ആണ്. ആക്സിലറേഷൻ ഓഫ് ദി ഫോൾ ഓവർ അറ്റ് ദി എപ്പെക്സ് ഓഫ് ദി സർക്കുലർ നോസ്. അപ്പോൾ θ1 0 ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതിൻ്റെ കൂടെ എൽ എന്ന് പറയുന്ന പാർട്ട് എന്ന് പറയുന്നത് ഈ R3 പ്ലസ് R2 എന്ന് പറഞ്ഞാൽ ഈ നോ സർക്കിൾ റേഡിയസ് പ്ലസ് റോളർ റേഡിയസ് ആണ് ആക്ച്വലി L ആയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ R3 R2 ഒക്കെ നമ്മൾ പിന്നെ ബൈ ഹാർട്ട് പഠിച്ചിട്ടുണ്ട്, ഓൾറെഡി ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ട്. ബൈ ഹാർട്ട് പഠിച്ചല്ല, ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ട്. ആ വാല്യൂ എല്ലിൻ്റെ വാല്യൂ ആയിട്ട് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ബാക്കിയുള്ള വാല്യൂസൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. അറ്റ് ദി എപ്പെക്സ് θ1 = 0 ആണ്. എപ്പെക്സിൽ θ1 0 ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ആ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ ഇതൊരു സിമ്പിൾ ഇക്വേഷനായിട്ട് കിട്ടും. കാരണം ഈ ഒരു പാർട്ടൊക്കെ 0 ആയിട്ട് പോകും. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ മാത്രമായിട്ട് ഇവിടെ കിട്ടും. ആ ഒരു ഇക്വേഷൻ ഈസി ആയിട്ട് നമുക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ആക്സിലറേഷൻ ഓഫ് ദി ഫോൾ ഓവർ അറ്റ് ദി എപ്പെക്സ് കിട്ടും. ദാറ്റ്സ് ഈക്വൽ ടു 146.53. അപ്പോൾ മാക്സിമം ആക്സിലറേഷൻ എന്ന് പറയുന്നത് എപ്പോഴും ശ്രദ്ധിക്കുക, ഈ സ്ട്രെയിറ്റ് ഫ്ലാങ്ക് ജസ്റ്റ് വിടുന്ന പോയിന്റ്, സ്ട്രെയിറ്റ് ഫ്ലാങ്ക് ലീവ് ചെയ്യുന്ന പോയിന്റിലാണ് മാക്സിമം ആക്സിലറേഷൻ ഉണ്ടാവുക. ഈ ഒരു പോയിന്റിലാണ് മിനിമം ആക്സിലറേഷൻ അറ്റ് ദി സ്ട്രെയിറ്റ് ഫ്ലാങ്ക് ആണ് ബി. അത് പിന്നെ കൂടി ഈ ഒരു പോയിന്റിൽ മാക്സിമമായി. അതിനുശേഷം ഇതിലേക്ക് പോകുമ്പോൾ അത് കുറഞ്ഞ് ഒരു വാല്യൂ കിട്ടും. ഈ ഒരു പോയിന്റിൽ ഒരു വാല്യൂ കിട്ടും. ആ വാല്യൂ എന്ന് പറയുന്നത് ഇവിടെ നമുക്കറിയാം കിട്ടിയത് 146 ആണ്. ആ 146 എന്ന് പറയുന്ന ആക്സിലറേഷൻ ആക്ച്വലി ഈ പറയുന്ന മിനിമം വാല്യൂ ആക്സിലറേഷൻ കിട്ടിയ 187-നേക്കാളും കുറവാണ്. അപ്പോൾ അതിൽ കൺഫ്യൂഷൻ വരരുത്. സ്ട്രെയിറ്റ് ഫ്ലാങ്കിലെ മിനിമം ആക്സിലറേഷനാണ് നമ്മൾ ആദ്യം ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. ടോട്ടൽ മിനിമം ആക്സിലറേഷൻ നമുക്ക് അതിലും കുറഞ്ഞ ആക്സിലറേഷൻ നമുക്ക് ആ ഒരു എപ്പെക്സിൽ, സർക്കുലർ നോസിൻ്റെ എപ്പെക്സിൽ കിട്ടുന്നുണ്ട് മിനിമം ആക്സിലറേഷനായിട്ട്. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഓക്കെ, താങ്ക് യു ഓൾ.